തിരുവനന്തപുരം പാപ്പനംകോടുണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹത. ന്യൂ ഇന്ത്യ അഷുറൻസ് ജീവനക്കാരി വൈഷ്ണവിയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ബിനു ജീവനൊടുക്കിയെന്നാണ് സംശയം. ബിനുവിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇപ്പോൾ മരിച്ച രണ്ടാമത്തെയാൾ പുരുഷൻ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവം സബ് കളക്ടർ അന്വേഷിക്കുമെന്ന് സ്ഥലത്തെത്തിയ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത്. അലക്സ്, ഈ പോലീസ് നൽകുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ദുരൂഹത പാടെ നീങ്ങുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ അലക്സ്? ഉന്മേഷ, ആദ്യഘട്ടത്തിൽ AC പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ തുടർന്നുണ്ടായ തീപിടുത്തം, അതിനെ തുടർന്ന് ഈ രണ്ടുപേർ വെന്തു മരിച്ചു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരം. അതിനുശേഷമാണ് അതിലൊരു ദുരൂഹതയുണ്ട് എന്ന സംശയം ഉയർന്നത്. ആ തരത്തിലുള്ള അന്വേഷണം പോലീസ് നടത്തുന്നു. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം സബ് കളക്ടർ അശ്വതി ശ്രീനിവാസയാണ്. ഇവർ ഇവിടേക്ക് എത്തി നേരത്തെ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. അല്പം മുമ്പ് എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ റവന്യൂ മന്ത്രിയും അതുപോലെ മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുന്ന സബ് കളക്ടർ ആയിരിക്കുമെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രാഥമിക പരിശോധനയാണ് സബ് കളക്ടർ നടത്തുന്നത്. അതിനുശേഷം ഒരുപക്ഷെ അവർ മാധ്യമങ്ങളെ കണ്ടേക്കും, പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാണെങ്കിൽ ഇതൊരു ദുരൂഹതയുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ രാവിലെ ഈ പ്രദേശത്ത് തന്നെ ഒരു പുരുഷനെത്തി ഈ വൈഷ്ണവുമായി ചില പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടു, ചില ബഹളങ്ങളിൽ ഏർപ്പെട്ടു എന്നൊരു മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നേമം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് നിയമം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിലാണ് ദുരൂഹത സംശയിക്കുകയും ചെയ്യുന്നുള്ളത്. എന്താണെങ്കിലും ആ ഒരു മൊഴി, അതിനെ തുടർന്ന് പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ മരിച്ച വൈഷ്ണ, അതായത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ജീവനക്കാരിയായ വൈഷ്ണ, 34 വയസ്സാണ്. മേലാങ്കോട് കഴിഞ്ഞ 4 വർഷമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു വൈഷ്ണയ്ക്ക് 2 മക്കളുണ്ട്. അവർ ഈ നാളുകൾ അത്രയുമായും ഭർത്താവുമായി അകലത്തിലായിരുന്നു. ഭർത്താവ് ബിനുവുമായി ഈ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ 4 വർഷമായി അകൽച്ചയിലായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ബിനു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇത്തരത്തിൽ വഴക്കുണ്ടാക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു എന്ന മൊഴിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ബിനുവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നിയമം പോലീസ് നടത്തുന്നുണ്ട്. ബിനുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പോലീസ് പറയുന്നത്. അതുമാത്രമല്ല, ഈ ഓഫീസിൽ, അതായത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഈ പോർട്ടൽ ഓഫീസിൽ മരണപ്പെട്ടതിൽ ഒരാൾ ഒരു പുരുഷനാണ് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ബിനു ആകാമെന്ന സംശയം പോലീസിനുണ്ട്. ആ തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഇത് തീപിടുത്തമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, സംശയിച്ചതുപോലെ തീപിടുത്തമല്ല, അതൊരു കൊലപാതകമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൂചനയിലേക്ക് അത് വിരൽ ചൂണ്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഭർത്താവായ ബിനു വൈഷ്ണയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജീവൻ ഒടുക്കിയതാകാം എന്നൊരു സംശയമാണ് പോലീസിനുള്ളത്. ആ തരത്തിലുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. സബ് കളക്ടർ അടക്കമുള്ളവർ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു. ഏതായാലും ആ നിലയ്ക്ക് കൂടി ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതാണ് അലക്സ് റാം മുഹമ്മദ് അറിയിക്കുന്നത്.